ബീഹാർ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ഇന്ന് പട്നയിൽ ചേരും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ബീഹാറിലെത്തും. അതേസമയം ഭരണം നിലനിർത്താൻ കടുത്ത നടപടികളുമായി BJP. ഭരണവിരുദ്ധ വികാരമുള്ള മന്ത്രിമാരെ അടക്കം ഇത്തവണ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനത്തിലാണ് നേതൃത്വം. ഇന്ന് ചേരുന്ന യോഗത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ വിലയിരുത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നാളെ ബീഹാറിലെത്തുന്നതിന് മുന്നോടിയായാണ് യോഗം. ജ്ഞാനേഷ് കുമാറിന്റെ സന്ദർശനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. 243 സീറ്റിലേക്കായുള്ള തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടത്തുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സീറ്റ് വിഭജനത്തിനായുള്ള മാരത്തൺ ചർച്ചയിലാണ് മുന്നണികൾ. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത നടപടികളിലാണ് BJP. വിജയസാധ്യത മാത്രം അടിസ്ഥാനമാക്കി സ്ഥാനാർത്ഥി നിർണയമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം ബീഹാർ സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകാതിരിക്കാൻ പുതുമുഖങ്ങൾക്ക് സീറ്റ് നൽകുന്നതും പരിഗണിക്കും. ഗുജറാത്തിലും ഛത്തീസ്ഗഡിലും പരീക്ഷിച്ച തന്ത്രം ബീഹാറിൽ പ്രാവർത്തികമാക്കാനാണ് BJPയുടെ നീക്കം. 75 വയസ്സെന്ന പ്രായപരിധി കർശനമായി നടപ്പിലാക്കും. പ്രതിപക്ഷത്തിന് ഭരണം ലഭിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനം JDUവിന് നൽകിയാണ് BJP വിട്ടുവീഴ്ച ചെയ്തത്. മഹാഗഡ്ബന്ധൻ മുന്നണിയിലും സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട്. 100-ൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കാനാണ് RJDയുടെ നീക്കം. ഇടതു പാർട്ടികൾ 35-ൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചേക്കും. കൈരളി ന്യൂസ്, ദില്ലി.